അണ്ണാ നമസ്കാരം. സുഖം, നന്നായിട്ട് പോകും. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനന്തു സത്യദേവൻ. ഞാൻ എപ്പിക് ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പം ഞാൻ ചെയ്തതിൽ ഇപ്പം ലാസ്റ്റ് ഹൗസ് വാമിങ് നടന്ന ഒരു വീടാണ്. മുളവനിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഏറെ സന്തോഷമുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ നമ്മുടെ പേജിലെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സ്. അനിലണ്ണനും അല്ലാണ്ട് അമ്മ സരസ്വതമ്മയും ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ കുറേയധികം സൈറ്റുകളും വർക്കുകളും നടക്കുന്നുണ്ട്. അപ്പം ആ വർക്കുകളിൽ നിന്നെല്ലാം എന്തുകൊണ്ട് ഈ വീട് സ്പെഷ്യൽ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഒട്ടുമിക്കതും ഗവൺമെന്റ് ജോബായിട്ടുള്ളവരോ മിലിറ്ററിക്കാരോ ഗൾഫുകാരോ അങ്ങനെ ഒരു മന്ത്ലി സാലറി, ഫിക്സഡ് സാലറി കിട്ടുന്നവരാണ്. പക്ഷെ ഈ വീട് ഞാൻ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം എല്ലാ തരത്തിലുള്ള കൊച്ചു കൊച്ചു പണികൾ, കൂലിപ്പണികൾ തൊട്ട് ഓരോ പണികൾക്കും പോയിട്ട്, കമ്പിവേലിയുടെ പണിയാണെങ്കിലും സ്നേഹമതില്, പാചകം, അദ്ദേഹം അതിൽ നിന്നെല്ലാം ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ ശേഖരിച്ച് വെച്ച പൈസയിൽ നിന്നും ഉണ്ടാക്കി എടുത്തൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ വീട്. പിന്നെ അതുകൊണ്ട് തന്നെ അതിനൊരു കുറച്ച് മധുരം കൂടുതലാണ്. കാരണം നമ്മൾ നോർമൽ ഒരു വീട് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ ക്ലയൻറ്റ് എത്രത്തോളം ഇതാവും എന്നുള്ള ഒരു ഇത് വരും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഉൾപ്പെടെയുള്ള ഒരു ബഡ്ജറ്റ് ഒരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണെന്ന് ഞാൻ പറയാം, അനിലണ്ണൻ്റെ കാര്യം. ഒരു പഴമ തോന്നിക്കുന്ന രീതിയിൽ എന്നാൽ അകത്തേക്ക് കയറുമ്പം കണ്ടംപററി ആയിട്ടുള്ള ഇന്റീരിയർ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീട്. അപ്പം നമുക്ക് ടോട്ടൽ ഇവിടെ ഒരു 3.5 സെന്റ് സ്ഥലമാണുള്ളത്. നമ്മൾ 910 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് മൊത്തത്തിൽ തീർത്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസ്, ഡൈനിങ് ഏരിയ. അപ്പം നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു വെല്ലുവിളിയായിരുന്നു ഈ ഒരു പരിമിതമായ സ്ഥലത്ത്. അതായത് വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു 10 മീറ്ററിനകത്തേ ഉള്ളൂ ഈ വസ്തുവിന്റെ. അപ്പം അതിനകത്ത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പം ഏറ്റവും വലിയൊരു ഇതായിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം മാക്സിമം നമുക്ക് വേസ്റ്റ് പോകാത്തുള്ള രീതിയിൽ എല്ലാ സ്ഥലങ്ങളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടൊരു പ്ലാൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നെ എടുക്കാന്നുള്ളത് ആദ്യത്തെ പ്ലാനിങ്ങിൽ തന്നെ ഉള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഓപ്പൺ കൺസെപ്റ്റ് ആണ്, അതായത് ഓപ്പൺ വിൻഡോസ് ആണ്. സ്ക്വയർ ട്യൂബിനും ജാലിക്കും അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അലൂമിനിയത്തിന്റെ ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പം സ്ലൈഡിങ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഏരിയയിലും സ്റ്റെയറിന്റെ പോർഷൻസിലും മൊത്തം നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ചെയ്യുന്നത്. മാക്സിമം ഉള്ളിലേക്ക് വെളിച്ചവും വായു എത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ മോഡുലാർ കിച്ചൺ. കിച്ചൺ എന്നൊരു കൺസെപ്റ്റ് ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആയിരുന്നു. അതായത് കിച്ചണും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള സ്പേസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്തേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം പരിമിതമായ സ്ഥലത്ത്, അതായത് ഒരു 8-8.5 അടി വീതിയേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേകം നമുക്കൊരു സ്റ്റോർ റൂം ഇല്ല. അപ്പം മാക്സിമം ഇതിനകത്ത് തന്നെ സ്റ്റോറേജ് സ്പേസും ബാക്കി ലഗേജ് സ്പേസുകൾ ഫയർ കിച്ചണിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ ചെറിയ ലൈബ്രറി സ്പേസ്. ശരിക്കും നമ്മൾ ഒരു പുസ്തകങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള ഏരിയയിൽ നമ്മുടെ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിനകത്തുനിന്ന് ബാലൻസ് വന്ന മെറ്റീരിയൽസ്, തടിയും സ്ക്വയർ ട്യൂബും മെഷും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെയും ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഹിന്ദു പുരാണങ്ങളും ബാക്കി അങ്ങനെയുള്ള വിശ്വാസപരമായിട്ടുള്ള പുസ്തകങ്ങളും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് അവിടെ സെറ്റ് ചെയ്തു.
എൻ്റെ വീട് എങ്ങനെ ആയിത്തീരണമെന്ന് എനിക്കിതുണ്ടായിരുന്നു. അത് ഞാൻ അനന്തുമായിട്ട് സംസാരിക്കുകയും അനന്തു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അത് അത്രത്തോളം ഭംഗിയാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്തായാലും അനന്തിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തെ അറിയിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ മോൻ ഈ വീട് പണിഞ്ഞു തന്നത് ഏറ്റവും സന്തോഷം എനിക്കാണ്. ഈ വീട്ടിൽ വന്നിട്ടുള്ള വീട് കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ കാര്യം. ഇത് അക്രലിക് പെയിന്റിനകത്ത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് സുരാജ് അദ്ദേഹം ചെയ്തു തന്നെയാണ്. വളരെ മനോഹരമായിട്ട് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ കറക്റ്റ് ഞാൻ കൊടുത്ത ഒരു റെഫറൻസ് കൊടുത്തത് വെച്ചിട്ട് അണ്ണൻ വളരെ മനോഹരമായിട്ട് എനിക്ക് ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളൊരു ബുദ്ധന്റെയും പുറത്ത് വെർലിക് പെയിന്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വാർത്ത ചെയ്യാൻ വന്ന മുളവന മീഡിയയ്ക്കും ഹരീഷിനും വളരെ നന്ദി.